നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ സെക്ഷൻ എന്താണ്, നമ്മുടെ PVQ പ്രീവിയസ് ക്യാപ്സ്യൂളാണല്ലേ. അപ്പോൾ നമ്മൾ 2024 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുകളുമാണ്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പം ഈ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയ നദികൾ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയ നദികൾ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? നമുക്കറിയാം ഏതൊക്കെയാണ് ഹിമാലയ നദികൾ എന്ന് പറയുന്നത്. സിന്ധു, ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളാണ് ഹിമാലയൻ നദികൾ അല്ലേ. എന്താണ് ഹിമാലയ നദികളുടെ പ്രത്യേകത? മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഹിമാലയൻ നദികൾ വർഷം മുഴുവൻ വറ്റാത്ത നദികളായി തുടരുന്നു അല്ലേ. വർഷം മുഴുവൻ വറ്റാത്ത നദികളായിട്ട് എന്തായി ഹിമാലയൻ നദികൾ മാറുന്നു. ഈ ഹിമാലയൻ നദികൾ പ്രധാനമായും ഉത്ഭവിക്കുന്ന പ്രദേശം ഉത്തരപർവ്വത മേഖലയാണ്. എവിടെയാണ്? ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയിലാണ് ഹിമാലയ നദികൾ പ്രധാനമായും ഉത്ഭവിക്കുന്ന പ്രദേശം. ഈ ഹിമാലയൻ നദികളും അവരുടെ പ്രത്യേകതകളും വളരെ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിൽ ഹിമാലയൻ നദിയിൽ പെടാത്തത് നർമ്മദയാണ്. 1, 2, 3 ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് സിന്ധു നദിയെ കുറിച്ച് പഠിക്കാം. സിന്ധു നദിയുടെ ഉത്ഭവം എവിടെയാണ് കൂട്ടുകാരെ? സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവർ തടാകം. ടിബറ്റിലെ മാനസ സരോവർ തടാകം. എവിടെയാണ് മാനസ സരോവർ തടാകം? ടിബറ്റിലാണും കൂടി ഓർത്തിരിക്കുക. ടിബറ്റ്. ഓക്കെ അല്ലേ. ഏകദേശ നീളം എത്രയാണ്? ഏകദേശ നീളം ചോദിച്ചാൽ 2880 കിലോമീറ്റർ. 2880 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ സിന്ധു നദി ഒഴുകുന്നുള്ളൂ. എത്ര കിലോമീറ്റർ? 709 കിലോമീറ്റർ. അപ്പം സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എത്ര കിലോമീറ്റർ ആണ്? 709 ആണ് കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ. ഇനി പോഷക നദികൾ ഓരോന്നിൻ്റെയും പോഷക നദികൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോഷക നദികൾ ഏതൊക്കെയാണ്? ചലം, ചിനാബ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട. ചലം, ചിനാബ്, രവി. ചലം, ചിനാബ്, ബിയാസ്. അത് അങ്ങനെ ഒരുമിച്ച് പഠിച്ചോ. ചലം, ചിനാബ്, ബിയാസ്, രവി, സത്ലജ്. ചലം, ചിനാബ്, ബിയാസ്, രവി, സത്ലജ് ആണ് എന്താണ് സിന്ധു നദിയുടെ പോഷക നദികൾ അല്ലേ. ഇനി എത്തിച്ചേരുന്ന സമുദ്രം ഏതാണ്? എത്തിച്ചേരുന്ന സമുദ്രം അറബിക്കടലിലാണ്. എവിടെയാണ്? അറബിക്കടൽ. അപ്പം ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദി 2880 കിലോമീറ്റർ മൊത്തം നീളം അല്ലേ. അപ്പം ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ ആണ്. പോഷക നദികൾ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ആണെന്ന് ഓർത്തു വെക്കുക. പതിക്കുന്നത് അറബിക്കടലിലാണെന്നും ഓർത്തു വെക്കുക. ഇനി രണ്ടാമത് ഗംഗാ നദിയാണല്ലേ. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഏകദേശ നീളം എത്രയാണ്? 2500 കിലോമീറ്റർ. SCERT പ്രകാരം 2525 കിലോമീറ്റർ ആണ്. ഏത് നമ്മുടെ NCERT പ്രകാരം 2525 NCERT. നമ്മുടെ SCERT പ്രകാരം 2500 കിലോമീറ്റർ ആണെന്നും ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ. പോഷക നദികൾ ഏതൊക്കെയാണ്? ഗംഗാ നദിയുടെ പോഷക നദികൾ പഠിച്ചു വെക്കുക. യമുന, സോൺ, ഗാഗ്ര, കോസി, കാണ്ടക്ക്, രാംഗംഗ. ഇതൊക്കെ PSC ഓൾറെഡി ചോദിച്ചതാണ്. ഗോമതി,
മഹാനന്ദ, യമുന, സോൺ, ഗാഗ്ര, കോസി, ഖണ്ഡക്, രാംഗംഗ, ഗോമതി, മഹാനന്ദ എന്നിവയൊക്കെയാണ് പോഷക നദികൾ. പതിക്കുന്നത് എവിടെയാണ്? യെസ്, ബംഗാൾ ഉൾക്കടലിലാണ്. എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. മനസ്സിലായില്ലേ? യെസ്. ഇനി ബ്രഹ്മപുത്ര എവിടെയാണ്? ടിബറ്റിലെ ചെമയുങ് ഹിമാലയിൽ നിന്നല്ലേ? ടിബറ്റിലെ ചെമയുങ് ഹിമാലയിൽ നിന്നും ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നു. ഏകദേശ നീളം 2900 കിലോമീറ്റർ. ഇന്ത്യയിലെ നീളം എത്രയാണ് കൂട്ടുകാരെ? 725 കിലോമീറ്റർ. 725 കിലോമീറ്റർ ഇന്ത്യയിലെ നീളം. യെസ്. ഇനി പോഷക നദികൾ ബ്രഹ്മപുത്രേൻ്റെ കണ്ടിട്ടില്ല. സുബൻസിരി മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സുബൻസിരി എന്താണ്? ബ്രഹ്മപുത്രേൻ്റെ ആണ്. നമുക്ക് പഠിക്കാം. തിസ്ത പഠിച്ചു വെച്ചോ. തിസ്ത, മാനസ്, ലോഹിത്, സുബൻസിരി, കാമെങ്, ധൻസരി, കലാങ്, സങ്കോഷ്, ബർഹി, ദിഹിങ്. എന്നിവയൊക്കെയാണ് ബ്രഹ്മപുത്രേൻ്റെ എന്താണ്? പോഷക നദികൾ അല്ലേ? ഈ ബ്രഹ്മപുത്ര പതിക്കുന്നത് എവിടെയാണ്? ബ്രഹ്മപുത്ര പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ്. എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിൽ. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? യെസ്. ഇനി നമ്മുടെ ഉപദ്വീപീയ നദികൾ ഉണ്ടല്ലേ? അപ്പോൾ ഉപദ്വീപീയ നദികൾ അവയുടെ പതന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി അറബിക്കടൽ നദീവ്യൂഹം ഏതാണ്? അറബിക്കടൽ നദീവ്യൂഹം എന്നും ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹമെന്നും ആരെ തരംതിരിക്കാം? ഉപദ്വീപീയ നദികളെ തരംതിരിക്കാം. എങ്ങനെയാണ്? അറബിക്കടൽ നദീവ്യൂഹമെന്നും ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹമെന്നും തരംതിരിക്കാം. ഏതൊക്കെയാണ് കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ? യെസ്, മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപ നദികൾ. പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപ നദികളാണ് നർമ്മദ, താപ്തി. ഇതൊക്കെയാണ് നർമ്മദ, താപ്തി. മനസ്സിലായില്ലേ? യെസ്. കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപ നദികളാണ് നർമ്മദ, താപ്തി. മനസ്സിലായിടാ? യെസ്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. ഈ വീഡിയോ സെക്ഷൻ നമ്മുടെ PYQയുടെ ക്യാപ്സ്യൂൾ സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക? ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത് ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ, സീ യു.